അപ്പൊ ഇവിടെ മുഹദ്ദസ് എന്ന പേര് ഇടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയാൻ കാരണം എന്താണ് പറഞ്ഞത്? ഞാൻ ഒരിക്കലും തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും തർക്കവും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇത് പറയുമ്പോൾ നമുക്ക് ആരും ഓർമ്മ വരുന്നുണ്ട്. എന്താണത്? റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി സമയത്ത് എന്താണ് ചെയ്തത്? അതാണ് ഇവിടെയും കാണിച്ചത്. ഹുദൈബിയയില് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധി എഴുതി ഒപ്പിടുന്ന സമയത്ത് മുഹമ്മദുൻ റസൂലുള്ള അലി റളിയല്ലാഹു അൻഹു എഴുതി. അപ്പൊ കെത്തബ മുഹമ്മദുൻ റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാണെന്ന് അവിടെ മുഹമ്മദിന്റെ കൂടെ റസൂലുള്ള എന്ന് എഴുതി. ഫഖാല മുശ്രിക്കൂൻ, അപ്പൊ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ബുഖാരിയിലെ ഹദീസാണ്, മുശ്രിക്കുകൾ എന്താ പറഞ്ഞത്? ലാ തക്തുബ് മുഹമ്മദ് മുഹമ്മദുൻ റസൂലുള്ള, മുഹമ്മദുൻ റസൂലുള്ള എന്ന് എഴുതരുത്. ലൗ കുൻത റസൂലൻ ലം നുഖാതിൽക, താങ്കൾ റസൂലാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ, ഞങ്ങൾ ഒരിക്കലും നിങ്ങളായിട്ട് യുദ്ധത്തിന് പുറപ്പെടില്ലായിരുന്നു എന്ന്. ഫഖാല അലി അലി, അപ്പൊ റസൂൽ തിരുമേനി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇംഹുഹു, റസൂലുള്ള എന്ന പദം മായ്ച്ചു കളയാൻ പറഞ്ഞു. ഫഖാല അലി മാ അന ബില്ലദി അംഹാഹു, എന്നെ കൊണ്ട് അത് മായ്ക്കാൻ കഴിയില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം റസൂലുള്ള വിശ്വാസമാണത്. ഫമഹാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂൽ തിരുമേനി സ്വയം അതിനെ മായ്ച്ചു, ബിയദിഹി, സ്വന്തം കൈകളാൽ, വസാലഹും, എന്നിട്ട് അവരുമായി സന്ധിയിൽ ഏർപ്പെട്ടു എന്ന്. ആ സന്ധി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റസൂൽ തിരുമേനി അങ്ങനെ ചെയ്തത്. അപ്പൊ എങ്ങനെയുള്ള പരസ്പരം മുസ്ലിങ്ങൾ ഭിന്നിച്ച് തർക്കിച്ച് നശിക്കാതിരിക്കാൻ വേണ്ടി മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ അവിടെയാണ് അഹമ്മദ് അലൈഹി സ്വലാം മുഹദ്ദസ് എന്ന് എഴുതിക്കൊള്ളാൻ പറഞ്ഞത്. കാരണം നബി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നബി അല്ല, ഞാൻ പറഞ്ഞ നബി എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുമില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങളത് മുഹദ്ദസായി കണ്ടോളി, അങ്ങനെയെങ്കിലും തർക്കമുണ്ടാവരുത് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെയും തൻ്റെ യജമാനനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അതേ ചര്യയാണ് സയ്യിദുനാ അഹമ്മദ് അലൈഹി സ്വലാമും ഇവിടെ കൈക്കൊണ്ടത്. के बजाय लफ्ज़ नबी के मुहब्बत